ശരിക്കും പറഞ്ഞാൽ UDF സർക്കാരിൽ ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത്. നേരത്തെ LDF സർക്കാരിൻ്റെ ഭാഗമായിരുന്നുവല്ലോ. എങ്ങനെയാണ് ഈ തിരിച്ചുവരവിനെ കാണുന്നത്? ഇപ്പോൾ അന്ന് ഒരു കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു അല്ലെ, യുവാവായ മോൻസ് ജോസഫ് എന്ന രീതിയിലാണ്, ഇപ്പോൾ കൂടുതൽ പരിചയസമ്പന്നൻ എന്ന രീതിയിലാണ്. തീർച്ചയായും UDF മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് തന്നെ കേരള ജനത വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. തകർന്ന കേരളത്തെ അല്ലെങ്കിൽ തകർച്ച നേരിട്ട ജനങ്ങൾക്ക് എല്ലാ രംഗത്തും ഉണ്ടായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു നീണ്ട പരാതികളുടെ പട്ടികയാണ് കേരളം മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്തത്. അതിൽ നിന്നെല്ലാം ഒരു മോചനം, ഒരു രക്ഷയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ജനങ്ങൾ ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം UDFന് നൽകി. അപ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുവാനും ജനങ്ങളെ നല്ല സേവനം കൊടുക്കുവാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു സർക്കാർ എന്നാണ് ഈ 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിനെ കാണാൻ കഴിയുക. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും നല്ല നിലയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനും കേരളത്തെ ഒരു വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരാനും കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ശരി, ഇനി പ്രതീക്ഷകളുടെ ഒരു കാലമാണ്. അതിനു മുൻപ് നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ മോൻസ് ജോസഫ് എന്ന വ്യക്തിയിലേക്കും രാഷ്ട്രീയക്കാരിലേക്കും പോകുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? കേരള കോൺഗ്രസ് ഒരു മണ്ണാണ് നമ്മളെല്ലാം താമസിക്കുന്ന കടുത്തുരുത്തി, തലയോലപ്പറമ്പ്, മുളക്കുളം, പെരുവ, അങ്ങനെ കടുത്തുരുത്തി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം കേരള കോൺഗ്രസിൻ്റെ തട്ടകങ്ങളായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം മനസ്സിലിങ്ങനെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ആ കരുത്തുറ്റ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു അഭിമാനം തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കർഷകരും സാധാരണക്കാരും ഇടത്തരക്കാരും ഉള്ള ജനവിഭാഗങ്ങളെല്ലാം അന്ന് കേരള കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ പാർട്ടി കരുത്തോടെ ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പഠന കാലഘട്ടം. ഞങ്ങളങ്ങനെ അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സത്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പം എല്ലാം മാനേജ്മെൻറ്റ് സ്കൂളുകളായതുകൊണ്ട് കടുത്തുരുത്തിലെ ഹൈസ്കൂൾ അടക്കം അവിടെ ഒരു സജീവ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസരം എവിടെയുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ എങ്കിൽ പോലും കേരള കോൺഗ്രസ് ശക്തമായിരുന്നതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന KSCയെ കുറിച്ച് അന്ന് തന്നെ നമ്മുടെ എല്ലാം മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ KSCയുടെ ഞാനിപ്പോൾ ഓർക്കണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം KSCയുടെ മെമ്പർഷിപ്പ് എടുത്തു. പക്ഷേ പുറത്ത് സ്കൂളിൽ വെച്ച് എല്ലാവരും കിട്ടി, നമ്മളും അതെടുത്തു. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നമ്മളോട്ട് അതിനുള്ള ശ്രമിച്ചിട്ടുമില്ല. പിന്നെ തലയോലപ്പറമ്പ് DB കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ KSCയുടെ സജീവ പ്രവർത്തകനായി മാറി. തുടർന്ന് കോട്ടയം ബെസലിസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് KSCയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് എൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനെ അവിടെ ആദ്യത്തെ വർഷം തന്നെ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി മത്സരിച്ചു, ജയിച്ചു. അത് KSU KSC മുന്നണിയായിരുന്നു. അങ്ങനെ സത്യൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ തുടക്കം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. വീണ്ടും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ 2ാം വർഷം ഫൈനൽ ഇയർ ആയപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാനായി മത്സരിക്കാൻ അവസരം കിട്ടി. സാധാരണ KSUവിൻ്റെ ചെയർമാനാണ് മത്സരിക്കുന്നത്. പക്ഷേ ആ പാനൽ നയിക്കുന്നതിന് പൊതുവെ സമ്മതിച്ച് തന്നെ അന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ KPCC സെക്രട്ടറി ആയിരിക്കുന്ന CPS സലീമായിരുന്നു എനിക്ക് മുമ്പ്. ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചെയർമാൻ PS സലീമായിരുന്നു. 80കളിലല്ലേ ഇത്? 81, 84. അപ്പോൾ സലീം ഉൾപ്പെടെയുള്ള ടീം അന്ന് CK ജീവൻ കോട്ടയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന കാലമാണ്. ഫൈനൽ വേർഡ് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അപ്പോൾ അങ്ങനെ പാനൽ നയിക്കുന്ന എന്തുകൊണ്ടും ഞാൻ വരുന്നത് നല്ലതാണ് എന്ന് ഇവരെല്ലാം ചേർന്നൊരു ധാരണയിലേക്ക് എത്തിയതുകൊണ്ടും അങ്ങനെ ഭാഗ്യം കിട്ടി. കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് മത്സരിച്ചു, ഭാഗ്യവശാൽ ജയിച്ചു. അങ്ങനെ ആണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി മുന്നോട്ട് വരാൻ അവസരം. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലും KSCയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തി. പിന്നെ കോട്ടയം ജില്ലാ ഭാരവാഹിയായി വന്നു, സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വന്നു. പിന്നീട് KSCയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. അപ്പോൾ KSC യൂണിറ്റ് പ്രസിഡന്റ് മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെ വരാൻ കഴിയുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സജീവമായി പ്രവർത്തിച്ച് വരാൻ കിട്ടിയൊരു സന്ദർഭമായിരുന്നു. അതെങ്ങനെയാണ് താങ്കളുടെ കുടുംബ പശ്ചാത്തലം ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായിരുന്നോ? തീർച്ചയായിട്ടും. എൻ്റെ ഫാദർ ഒരു രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നിട്ടുള്ള ആളാണ്. പക്ഷെ കുറച്ച് റേഷൻ കടയുണ്ട്. അപ്പോൾ കടയുടെ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ പിന്നീട് അദ്ദേഹം തുടർന്നില്ല. പക്ഷേ പ്രാദേശികമായ കാര്യങ്ങളിൽ അവിടുത്തെ ഈ എല്ലാ പൊതുപ്രസ്ഥാനങ്ങളുടെയും മുൻപന്തിയിൽ ചാച്ചനെല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരുന്നു, മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ രക്ഷാധികാരിയായിരുന്നു, വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. എല്ലാ പൊതുപ്രശ്നങ്ങളുടെയും മധ്യസ്ഥനായി എപ്പോഴും വരാൻ ഇടയുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാ മനുഷ്യർ ഒരുപാട് ആളുകൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിലോട്ട് വരുന്നതും അവരെല്ലാം കാര്യമായി ഒന്നുമല്ലെങ്കിൽ
സാമ്പത്തിക സഹായിക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് അരിമേടിക്കാനായിരിക്കാം, അവരെയൊക്കെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ്റെ ഒരു ചിത്രം എൻ്റെ ഫാദറുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. സത്യത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടക്കാൻ ഒരു പ്രചോദനമായതും എൻ്റെ പിതാവ് തന്നെയാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ പോകുന്നതെന്ന് അച്ഛനൊന്നും ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ മൂത്തയാളായിരുന്നു. അപ്പം ഒരു ജോലി കിട്ടി എവിടെയെങ്കിലുമൊക്കെ വരിക, മറ്റുള്ളവർക്കും അതൊരു മാതൃകയാകും, അവരെല്ലാവരും ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിനുവേണ്ടി എന്നാൽ തടസ്സപ്പെടുത്തിയില്ല. ഞാനിപ്പോൾ ആദ്യം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രഹസ്യമായിട്ടാണ്. പത്രത്തിൽ ഇത് വരുമ്പോഴാണ് പിന്നെ മത്സരത്തിൽ സ്ഥാനാർത്ഥിയാണെന്നുള്ളതെല്ലാം വരുന്നു. അപ്പം ഏതായാലും പിന്നെ അതിന് വഴക്കൊന്നും പറഞ്ഞില്ല. എൻ്റെ ഫാദറിന് പേടിയായിരുന്നു, എങ്കിലും വഴക്കൊന്നും പറഞ്ഞില്ല. രസകരമായ കാര്യം, എല്ലാ ദിവസവും കോളേജിൽ പോകാനായിട്ട് പൈസ മേടിക്കുന്നത്, വണ്ടിക്കൂലി അടക്കം മേടിക്കുന്നത് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് രാവിലെ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് ഈ പഠന കാലഘട്ടം കഴിഞ്ഞപ്പോഴും അത് അങ്ങ് തുടർന്നു. രാവിലെ കടയിൽ പോയി അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പൈസ മേടിക്കും, അത് അച്ഛൻ തരുകയും ചെയ്യും. അങ്ങനെ നമ്മളങ്ങനെ എപ്പോഴും എന്നതുപോലെ വീടിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയി. പാതിരായ്ക്ക് പിന്നെ നമ്മളങ്ങ് സജീവമായി കഴിഞ്ഞാൽ പിന്നെ പഠനമൊക്കെ നിർത്തി എല്ലാം ഇതിലേക്കെന്ന് പറഞ്ഞ ഒരു രീതിയിലായി. ജോലി സമ്പാദിക്കുന്നതിനെ കുറിച്ചൊന്നും ആ സമയത്ത് ഒരു ആലോചന അന്നേരം ഒരു രാഷ്ട്രീയത്തിലേക്കായിരുന്നു, മുഴുവൻ സമയ രാഷ്ട്രീയത്തിന്റെ ലൈനിലേക്ക് പോയി. പക്ഷേ ഒരു ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നി ഞാൻ അങ്ങനെ പോയാൽ ഇത് എങ്ങും എത്താത്തൊരവസ്ഥയിൽ. ഇടയ്ക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PGക്ക് പഠിക്കുമ്പോൾ ആ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ രാഷ്ട്രീയത്തിൻ്റെ തീവ്രതയിൽ മുന്നോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നമുക്ക് തന്നെ ഇതൊരു, അപ്പോൾ വീട്ടിൽ നിന്നുള്ള ഞാനിങ്ങനെ പോയാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഞാൻ സ്വയം ചിന്തിച്ചൊരു ഘട്ടമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊരു BEd എടുത്തിട്ട് MA കംപ്ലീറ്റ് ചെയ്യുക, BEd എടുക്കുക, എന്നിട്ട് അധ്യാപകനായിട്ട് വരിക. അപ്പോൾ രാഷ്ട്രീയം തുടരുകയും ചെയ്യാം. അധ്യാപകർ കേരള കോൺഗ്രസ്സിൽ ഒരുപാട് പേര്, ഒലൂക്കോ സാർ പ്രൊഫസറായിട്ട് അടുത്തെടുത്ത് നിൽക്കുന്നു, CF തോമസ് സാർ അധ്യാപകനാണ്, ഒരുപാട് അധ്യാപകർ കേരള കോൺഗ്രസ് ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ തോന്നി. എനിക്കാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്നതെല്ലാം ഇഷ്ടമായിരുന്നു. ഞാൻ പള്ളിയിൽ സജീവമായിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ സഹപ്രവർത്തകരും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു, ഈ അധ്യാപകൻ BEd ഒക്കെ എടുത്തതിന് ശേഷം ജോലി കിട്ടാൻ ഉറപ്പില്ലല്ലോ. അപ്പോൾ നമ്മളൊന്നും ഹൈ ക്ലാസ്സിൽ പാസ്സായിരിക്കുന്ന ആളുകളുമല്ല, അപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ പഠിച്ചെല്ലാം പിന്നെ നമുക്ക് ഇത് കൂടുതൽ വലിയ തുകയെല്ലാം കൊടുത്ത് ജോലി മേടിക്കാനായിട്ടുള്ള അത്രയും വലിയ സാമ്പത്തികം മുടക്കാൻ വീട്ടിലൊന്നും അതിനൊന്നും കഴിയുമായിരുന്നില്ല. അല്ല, അത്രയും രൂപ എനിക്ക് വേണ്ടി മാത്രം മുടക്കിയാൽ അതുകൊണ്ട് തന്നെ വീട് ബാധ്യതയിലാവും. ഫാദറിനെ ഒന്നും അങ്ങനെ കഷ്ടപ്പെടുത്താൻ പഠിപ്പിക്കാനൊക്കെ നമുക്ക് വേണ്ടി അവസരം തന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ആൻറ്റി, ചാച്ചൻ്റെ പെങ്ങളുണ്ട്, ബാംഗ്ലൂരിലെ നഴ്സിംഗ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയാണ് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ ഈ രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോകാനുള്ള ഒരു നിലയിൽ സാമ്പത്തികമായി പിന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. അത് വീട്ടിലറിഞ്ഞുകൊണ്ടല്ല, അധ്യാപനായില്ല. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പം ഒരു തൊഴിൽ ഉറപ്പ് വേണമല്ലോ, പൈസ കൊടുക്കാതെ നമുക്കൊരു ജോലി കിട്ടാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ കാലങ്ങൾക്ക് ശേഷം LLBക്ക് ചേരാനുള്ള ഒരു ശ്രമം നടത്തുന്നതും. വക്കീലായാൽ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം ഒന്നുകിൽ രാഷ്ട്രീയ രംഗത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.